it's me Manal. Welcome to my channel. Let's master it. Please watch in full screen. ഹലോ ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് വെച്ചാൽ സർക്കിൾസ്. മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് സർക്കിൾസ്, വൃത്തങ്ങൾ അല്ലേ. സർക്കിൾ എന്ന് വെച്ചാൽ എന്താ? സർക്കിൾ എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, സർക്കിൾ ഒരു ജോമെട്രിക് ഷേപ്പാണ്. ചെറുപ്പം തൊട്ടേ കണ്ടുവരുന്ന ഒരു ജോമെട്രിക് ഷേപ്പാണ് സർക്കിൾ. സർക്കിൾ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ നിന്നും സെയിം ഡിസ്റ്റൻസിൽ ഒരുപാട് പോയിന്റുകളെ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ പോയിന്റുകളെ എല്ലാം കൂട്ടി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ജോമെട്രിക് ഷേപ്പാണ് സർക്കിൾ. അപ്പം സർക്കിളിനെ പറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ എല്ലാം ഒരുപാട് ചെറിയ ചെറിയ ക്ലാസ്സസിലൊക്കെ പഠിക്കുന്നുണ്ട്. റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞിട്ട്, ഈ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് 8ൽ പഠിക്കുന്ന ചാപ്റ്ററിലും എല്ലാം സർക്കിളിനെ പറ്റിയിട്ടെല്ലാം പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ സർക്കിളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ്, ഒരുപാട് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്റർക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്ന കാര്യം, 5 സെൻറ്റിമീറ്റർ ഹൈപ്പോട്ടന്യൂസ് ആയിക്കൊണ്ട് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം ചോദിക്കുന്നത്. എങ്ങനെ വരയ്ക്കാം? എളുപ്പമാണ്. എന്ത് ഇവർ പറഞ്ഞിട്ടുള്ളൂ? 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം, അത് 5 സെൻറ്റിമീറ്റർ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കണം, പിന്നെ അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ്. അപ്പോൾ 5 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആകുന്ന ഒരു ട്രയാങ്കിളിനെ നമ്മൾ വരയ്ക്കണം. അപ്പോൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ വരയ്ക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈന് വരയ്ക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ആംഗിൾ, ഇപ്പം സപ്പോസ് ഞാനൊരു 30 ഡിഗ്രിയാണ് എടുക്കുന്നത്. അപ്പോൾ 30 ഡിഗ്രി 5 സെൻറ്റിമീറ്ററിന് ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റിൽ നിന്ന് 30 ഡിഗ്രി എടുത്തിട്ട് ഞാനൊരു ലൈന് വരച്ചു. ഇനി ഒരു ആംഗിൾ 90 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ആംഗിൾ 30 ആണെന്ന് ഞാൻ സെലക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ, അതായത് ഈ 5 സെൻറ്റിമീറ്റർ ലൈനിൻ്റെ മറ്റേ എൻഡിൽ നിന്ന് വരാൻ പോകുന്ന ആംഗിൾ എന്തായിരിക്കും? മൊത്തം ആംഗിൾ ആയിട്ടുള്ള 180യിൽ നിന്ന് 90 + 30 കുറയ്ക്കുക. അതായത് 180 - 120 ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. ആ 60 ഡിഗ്രിയാണ് ഞാൻ അപ്പുറത്തെ എൻഡിൽ കൊടുക്കേണ്ടത്. അങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 സെൻറ്റിമീറ്റർ ഹൈപ്പോട്ടന്യൂസും റൈറ്റ് ആംഗിൾഡും ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിളിൻ്റെ ബാക്കി ആംഗിൾസ് എന്തൊക്കെയാണ്? 60 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി. ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ കയ്യിൽ ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ലൈന് വരയ്ക്കുക. ഞാനിപ്പം എക്സാമ്പിൾ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. ഞാൻ ഒരു 50 ഡിഗ്രിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം AB എന്ന് പറഞ്ഞൊരു 5 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ ഞാൻ വരച്ചു. A എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാൻ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം എന്ത് ചെയ്തു? 0, 1, 2, 3 അങ്ങനെ പോയി ഒരു 50 ഡിഗ്രിയിൽ ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ്. 50 ഡിഗ്രി എയിൽ നിന്ന് 50 ഡിഗ്രിയിൽ ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ, എയിൽ നിന്ന് 50 ഡിഗ്രിയിൽ ഞാനൊരു ലൈൻ വരച്ചു. 50 ഡിഗ്രി. ഓക്കെ, ഇനി മൊത്തം ഒരു ട്രയാങ്കിളിൽ ഉണ്ടാകുന്ന ആംഗിളിൻ്റെ സം എന്ന് വെച്ചാൽ 180 ഡിഗ്രിയാണ്. ഈ 180 ഡിഗ്രിയിൽ ഒരാൾ 90 ഡിഗ്രി ആയിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്, നിർബന്ധമാണ്. പിന്നെ 50 ഡിഗ്രി നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 180യിൽ നിന്ന് ഈ 90യും 50യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണോ അതായിരിക്കും ഈ മൂന്നാമത്തെ ആംഗിളായിട്ട് ഇവിടെ വരിക. അതെത്രയാണ്? 180 - 90 + 50 എത്രയാണ്? 140. അപ്പം 180 - 140, 180 - 140 വിൽ ഗീവ് യു 40 ഡിഗ്രി. അപ്പോൾ 40 ഡിഗ്രിയാണ് ഞാനിവിടെ എടുക്കേണ്ടത്. ഇനി ഞാൻ 40 ഡിഗ്രി എടുത്തിട്ട് ഞാനിവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈൻസ് രണ്ടും ഒബ്വിയസ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഞാൻ C എന്ന് മാർക്ക് ചെയ്യണം. അത് എന്തിലായിരിക്കും? 90 ഡിഗ്രിയിലായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ ഇപ്പം ഞാൻ നേരത്തെ 30 എടുത്തു, ഇപ്പം ഞാൻ 50 എടുത്തു. ഇനി ഞാൻ 60 എടുക്കുന്നതെന്ന് വെച്ചാൽ മാറും. അതേപോലെ 70 എടുക്കുന്നതെന്ന് വെച്ചാൽ മാറും. 80 എടുക്കുന്നതെന്ന് വെച്ചാൽ മാറും.
അതിനനുസരിച്ച് ഈ ആംഗിൾ എയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ഇവിടെ ആംഗിളുകൾ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ബിയിലുള്ള ആംഗിളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ഈ എല്ലാ ആംഗിൾസിനെയും 90 ഡിഗ്രി ആയിക്കൊണ്ട് ഞാൻ വരച്ച് വന്നിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ 90 ഡിഗ്രി ആംഗിളിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം, അതായത് ഞാൻ 90 ഡിഗ്രിയിൽ തന്നെ എൻഡ് ചെയ്യുന്ന രീതിക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊത്തം പോയിൻറ്റ്സിനെ എല്ലാം, അതായത് 90 ഡിഗ്രി വരുന്ന പോയിൻറ്റ്സിനെ എല്ലാം ഞാൻ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഒരു സർക്കിളായിരിക്കും. അപ്പോൾ ആ സർക്കിളിൽ ഞാൻ ആദ്യം വരച്ചിരിക്കുന്ന AB എന്ന് പറഞ്ഞ ലൈൻ എന്തായിട്ട് മാറും, ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിട്ട് മാറും. അപ്പോൾ ആ സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റ്സിൽ നിന്നാണ് ഞാൻ ഈ ലൈൻസ് എല്ലാം വരയ്ക്കുന്നത്. ആ ലൈൻസ് എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈനുകൾ മീറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാവുന്ന രീതിക്ക് നമ്മൾ വരച്ചാൽ ആ 90 ഡിഗ്രി വരുന്ന എല്ലാ പോയിന്റുകളെയും ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് സർക്കിൾ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് പോയിന്റ്സ് എല്ലാം പറയാനുണ്ട്. നമുക്കിനി ടെക്സ്റ്റിലേക്ക് പോവാം. ഇനി ഇതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ ഹൈപ്പോട്ടന്യൂസ് വന്നുകൊണ്ട് വേറൊരു രീതിക്ക് നമുക്ക് ട്രയാങ്കിളിനെ വരയ്ക്കാൻ പറ്റും. അതെന്താണ്, ഇവിടെ സെറ്റ് സ്ക്വയറിൽ 90 ഡിഗ്രി ആംഗിളാണ് വരുന്നത് അല്ലേ. നമ്മുടെ കയ്യിൽ നമുക്ക് സാധാരണ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ 2 സെറ്റ് സ്ക്വയർസ് ഉണ്ടാകും. ഒരു സെറ്റ് സ്ക്വയറിൻ്റെ ആംഗിൾസ് എന്ന് വെച്ചാൽ 90 ഡിഗ്രി, 45 ഡിഗ്രി, 45 ഡിഗ്രി ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ്, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങളാണ്. മറ്റൊരു സെറ്റ് സ്ക്വയർ ഉള്ളതെന്ന് വെച്ചാൽ 90 ഡിഗ്രി, 60 ഡിഗ്രി, 30 ഡിഗ്രി ഈ 3 ഡിഗ്രിയിൽ വരുന്ന ഈ 3 ആംഗിൾസ് വരുന്നതാണ് രണ്ടാമത്തെ സെറ്റ് സ്ക്വയർ. ഇത് രണ്ടും എന്താണ്, ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആംഗിൾസ് വരുന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുകളാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആ 90 ഡിഗ്രിക്ക് നമുക്ക് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ 90 ഡിഗ്രി വരുന്നത് ഏത് അറ്റാണോ, ഏത് ആംഗിളിലാണോ, ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് 5 സെൻറ്റിമീറ്റർ വരുന്ന രീതിക്ക് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് സ്ക്വയർ വെച്ചിട്ടും ഇതുപോലെ ഒരു ട്രയാങ്കിൾ, ഇവർ ചോദിച്ച പോലത്തെ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പം അത് അത്ര പ്രശ്നമില്ല. നമുക്കൊരു വേറൊരു മെത്തേഡാണ്. അപ്പോൾ ഇവിടെ ഇവർ കാണിച്ചിരിക്കുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ 90 ഡിഗ്രി വന്നുകൊണ്ട് താഴെ മേലെ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ലൈന് സെലക്ട് ചെയ്തു, ആ ലൈനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ലെങ്ത്തും സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ആണെങ്കിൽ 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ സെലക്ട് ചെയ്തു. അത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്ന റൈറ്റ് ആംഗിൾസിനെ നമ്മൾ വരയ്ക്കാൻ നോക്കി. അത് എന്ന് പറഞ്ഞ AB ആണ് ലൈനിൻ്റെ പേരെങ്കിൽ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഡിഫറെൻറ്റ് ഡിഗ്രീസ് എടുത്തിട്ട് അതിനനുസരിച്ച് B എന്ന് പറഞ്ഞ പോയിന്റിൽ ഡിഗ്രീസിനെ മാറ്റിക്കൊണ്ട് എന്നാൽ 90 ഡിഗ്രി ഒരു ആംഗിളിൽ വരുന്ന രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലാ പോയിന്റ്സും കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ എന്തായിരിക്കും വരിക, ഒരു സർക്കിൾ ആയിരിക്കും വരിക. അതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഈ സൈഡിൽ തന്നിരിക്കുന്ന പിക്ചർ. അതുപോലെ ഒരുപാടെണ്ണം വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്കിൾ വരും എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾസ്. സർക്കിളും റൈറ്റ് ആംഗിളും തമ്മിലൊരു ബന്ധമുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ബന്ധം. അതൊന്നുകൂടെ നല്ല ക്ലാരിഫൈ ചെയ്ത് നന്നായിട്ട് വൃത്തിയിൽ പറയുന്ന ടോപ്പിക്കാണിത്. അപ്പോൾ ഇവിടെ ഇവർ പറയുന്നുണ്ട് 8th ക്ലാസ്സിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സെമി സർക്കിളിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു സെമി സർക്കിളിൽ, അതായത് സർക്കിളിൻ്റെ ഹാഫ്, അർദ്ധവൃത്തം, ഒരു സെമി സർക്കിളിൽ ഉണ്ടാക്കാവുന്ന ആംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രിയാണ്. അഥവാ ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റ്സും അതുപോലെ തന്നെ ആ ഓൺ ദി സർക്കിളുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്താൽ ആ സർക്കിളിന്മേലുള്ള പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് 90 ഡിഗ്രി ആണോ എന്നുള്ളതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ക്ലാസ് 8th ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കൊടുക്കുന്നുണ്ട്. അത് ഇവരെ ഒന്നും കൂടെ ഇവിടെ കാണിച്ച് തന്നിട്ടുണ്ട്. അന്ന് നമ്മൾ ചെയ്ത പ്രൂഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. നമുക്ക് ആ പ്രൂഫ് ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റ്സും, അതായത് ഇതാണ് 2 എൻഡ് പോയിൻറ്റ്സ്. ഞാനിവിടെ തൽക്കാലം AB എന്ന് മാർക്ക് ചെയ്യാണ്. സർക്കിളിൻ്റെ സെൻറ്ററാണ് ഇവിടെ ഓയിലൂടെ പാസ് ചെയ്യുന്നതും
രണ്ട് ഭാഗത്തുമായിട്ട് സർക്കിളിനെ ടച്ച് ചെയ്യുന്നതുമായിട്ടുള്ള ഏതൊരു ലൈനും ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്, സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പം എ ബി ഇവിടെ കാണിച്ചിരിക്കുന്ന സർക്കിളിൻ്റെ ഒരു ഡയമീറ്റർ ആണ്. ഈ ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡ് പോയിന്റ്സ് ആയിട്ടുള്ള എയും ബിയും അതുപോലെ തന്നെ സർക്കിളിന്മേലുള്ള ഓൺ ദി സർക്കിൾ ആയിട്ടുള്ള മറ്റൊരു പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഓൺ ദി സർക്കിൾ ആയിട്ടുള്ള പോയിന്റിൽ 90 ഡിഗ്രി ആണ് വരിക എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് 90 ഡിഗ്രി ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ ആ പോയിന്റിനെ പി എന്ന് കാണിക്കുകയാണ്. പി എന്ന് പറഞ്ഞ പോയിന്റിൽ 90 ഡിഗ്രി ആണ് വരേണ്ടത്. അതിനെയാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പം പ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രൂവ് ചെയ്യുന്നതിൻ്റെ മുന്നേ 90 ഡിഗ്രി ആണെന്നുള്ള ഒരു ബോധ്യവും നമുക്കില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത് ഏതാ ഡിഗ്രിയും നമുക്കറിയില്ല, പിയിൽ ഏത് ഡിഗ്രിയാണ് വരിക എന്നറിയാത്ത രീതിക്കാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ഇറങ്ങുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, പിയിൽ നിന്ന് ഓയിലോട്ടൊന്ന് ജോയിൻ ചെയ്യാം. പിയിൽ നിന്ന് ഓയിലോട്ടൊന്ന് ജോയിൻ ചെയ്യാം. എന്നിട്ട് ഞാനിപ്പം തൽക്കാലം എന്ത് ചെയ്യാൻ പോവാണ്, ഞാനിപ്പോൾ തൽക്കാലം എ പി ഒ എന്ന് പറഞ്ഞ ഈ ആംഗിളിനെ എക്സ് എന്ന് കൊടുക്കുകയാണ്, എക്സ് ഡിഗ്രി. അതുപോലെ ഒ പി ബി എന്ന് പറഞ്ഞ ആംഗിളിനെ വൈ എന്ന് കൊടുക്കുകയാണ്, വൈ ഡിഗ്രി. അല്ലേ, ഞാൻ അങ്ങനെ കൊടുക്കുകയാണ്. കാരണം എ പി ബി എന്നുള്ള ഈ കംപ്ലീറ്റ് ആംഗിളിനെ ഞാൻ ഒ പി എന്നുള്ള ഈ ലൈന് വരച്ചതോടുകൂടെ അതെന്തായിട്ട് മാറി, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എക്സ് ഡിഗ്രി ആയിട്ട് ഞാൻ കാണിക്കുന്നു, മറ്റത് വൈ ഡിഗ്രി ആയിട്ട് ഞാൻ കാണിക്കുന്നു. അപ്പോൾ പി എന്ന് പറഞ്ഞ ഈ ആംഗിൾ മൊത്തത്തിൽ എന്താണ് ഇപ്പം ആക്ച്വലി എക്സ് പ്ലസ് വൈ ആണ്. ഈ എക്സ് പ്ലസ് വൈ ആണ് എനിക്ക് എന്ത് കാണിക്കേണ്ടത്, 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ഇങ്ങനെ എക്സും വൈയും ആയിട്ട് കൊടുത്തു. ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഞാൻ ഇനി നോക്കാൻ പോകുന്നത്, നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് ഈ ട്രയാങ്കിളിനെയാണ്, ട്രയാങ്കിൾ എ ഒ പിനെ ഞാൻ ഒബ്സർവ് ചെയ്യാൻ പോവാണ്. ട്രയാങ്കിൾ എ ഒ പിനെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും ഒ പി എന്നുള്ള ഈ സൈഡ്, അതായത് ഈ സൈഡ് ഒ പി എന്നുള്ള സൈഡും ഒ എ എന്നുള്ള സൈഡും, ഈ രണ്ട് സൈഡുകളും സെയിം ആണ്. എന്തുകൊണ്ട് ഈ രണ്ട് സൈഡുകളും സെയിം ആയി? ആ രണ്ട് സൈഡുകളും ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. റേഡിയസ് ഓഫ് എ സർക്കിൾ ഇസ് ഓൾവേസ് ദ സെയിം. അതുകൊണ്ട് ഈ സർക്കിളിൻ്റെ റേഡിയസ് എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഒ പിയും ഒ എയും രണ്ടും സെയിം ലെങ്ത് ഉള്ള ലൈനുകളാണ്. സെയിം ലെങ്ത് ഉള്ള ലൈനുകൾ ഈ ലൈൻ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ സൈഡ് എന്ന് പറയുമ്പം, ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളായി? ഐസോസിലസ് ട്രയാങ്കിളായി, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം ആയി. അപ്പം രണ്ട് സൈഡ്സ് സെയിം ആണെങ്കിൽ ആ ട്രയാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി എന്താ? സെയിം സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിളിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡുകൾക്ക് സെയിം ലെങ്ത് വരുന്ന സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് സെയിം ആകുമ്പം ഈ ആംഗിളും എക്സ് എന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സിമിലർ വേ നമുക്ക് അടുത്ത ട്രയാങ്കിളിനെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ട്രയാങ്കിൾ പി ഒ ബി ട്രയാങ്കിളിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും ഇതേ കാര്യം കാണാൻ പറ്റും. ഒ പി എന്നുള്ള ഈ ലൈനും അതുപോലെ ഒ ബി എന്നുള്ള ഈ ലൈനും, രണ്ട് ലൈൻസും സെയിം ആണ്, സെയിം ലെങ്ത് ആണ്. കാരണം ദേ ആർ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അതുകൊണ്ട് ഇതും എന്ത് തന്നെയാണ്? ട്രയാങ്കിൾ പി ഒ ബിയും എന്ത് തന്നെയാണ്? ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അപ്പം അങ്ങനെ ഐസോസിലസ് ട്രയാങ്കിൾ ആകുന്നത് വഴി എന്തായിട്ട് മാറും? ഈ ആംഗിൾ എന്തായിട്ട് മാറും? വൈ ഡിഗ്രി ആയിട്ട് മാറും, വൈ ഡിഗ്രി. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ എ പി ബി നമ്മൾ നോക്കുകയാണ്, ട്രയാങ്കിൾ എ പി ബി. ഈ കംപ്ലീറ്റ് ട്രയാങ്കിളിനെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എല്ലാ ആംഗിൾസിനെയും നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ആംഗിൾ എയിൽ വരുന്ന ആംഗിൾ എക്സ് പ്ലസ് ബിയിൽ വരുന്ന ആംഗിൾ വൈ പ്ലസ് മൂന്നാമത്തെ വേർട്ടെക്സിൽ വരുന്ന ആംഗിൾ എക്സ് പ്ലസ് വൈ. ഈ മൂന്ന് ആംഗിളുകളും കൂടെ ആഡ് ചെയ്തിട്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. കാരണം എന്താ? ഇറ്റ്സ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിലെ ആംഗിൾ സം എന്ന് വെച്ചാൽ 180 ഡിഗ്രിയാണ്. അപ്പം ഇത് മൊത്തം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ അല്ലേ നമ്മളിപ്പോൾ ചെയ്തേ? അത് നമുക്ക് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് വൈ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2y. 2x പ്ലസ് 2y എന്ന് വെച്ചാൽ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ് 180 എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ 180 ആണെങ്കിൽ ഈക്വൽ ടു 180 ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്തായിരിക്കും?
ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനായിട്ട് മാറും. 180/2 വിച്ച് ഇസ് 90 ഡിഗ്രി. അപ്പം നമുക്ക് എന്താ ഫൈനലി കിട്ടിയത്? ഫൈനൽ റിസൾട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ റിസൾട്ട് എന്താണ്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. എക്സ് പ്ലസ് വൈ എന്താ? എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ ഈ പോയിന്റിൽ വരുന്ന ആംഗിളാണ്. അപ്പോൾ ആ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി? ഒരു ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ്സും അതുപോലെ സർക്കിളിൻ്റെ മേലെയുള്ള ഓൺ ദി സർക്കിളായിട്ടുള്ള മറ്റൊരു പോയിന്റും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പം ഓൺ ദി സർക്കിൾ ഉണ്ടാകുന്ന ആംഗിൾ ഇസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഈ മഞ്ഞ കോളങ്ങൾ നോക്കാം, ഇനി മഞ്ഞ ബോക്സുകൾ നോക്കാം. ഇഫ് വി ജോയിൻ ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിന്റ് ഓൺ ദി സർക്കിൾ വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ. അപ്പോൾ ആ പോയിന്റ് മനസ്സിലായല്ലോ. ഇനി അടുത്ത പോയിന്റ്, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഇസ് റൈറ്റ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഇസ് റൈറ്റ്. അപ്പോൾ സെമി സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. സെമി സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതെന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ വരുന്നത് ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റ്സും അതുപോലെ ആ സെമി സർക്കിളിൻ്റെ മേലെയുള്ള ഒരു പോയിന്റും, ഈ 3 പോയിന്റ്സും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി ആംഗിൾഡ് ആയിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾ ആണ് അവിടെ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണ് അവിടെ ഫോം ചെയ്യുക. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ ആണ് അവിടെ ഫോം ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നോക്കിയത് എന്താ? രണ്ട് എൻഡ് പോയിന്റ്സ് ഓഫ് ദ ഡയമീറ്ററും പിന്നെ എ പോയിന്റ് ഓൺ ദി സർക്കിളും. ഇനി സപ്പോസ് ആ പോയിന്റ് ഓൺ ദി സർക്കിൾ അല്ല, ആ പോയിന്റ് ഇരിക്കുന്നത് ഐദർ ഇൻസൈഡ് ദി സർക്കിൾ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദി സർക്കിൾ ആണെങ്കിൽ എന്താണ് അവസ്ഥ? അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്താണ് എന്നുള്ളതാണ് നമുക്കിനി നോക്കണ്ടേ. അപ്പം ഞാൻ സൂം ചെയ്ത് കാണിക്കുന്ന ഈ പിക്ചറിലോട്ടൊന്ന് നോക്കുക. ഇവിടെ എന്താ ഈ കാണിച്ചിരിക്കുന്ന ലൈൻ എന്ന് വെച്ചാൽ, ഈ കാണിച്ചിരിക്കുന്ന ലൈന് ഡയമീറ്റർ ആണ്. ഈ സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ 2 എൻഡ് പോയിന്റ്സും മൂന്നാമതായിട്ടുള്ള പോയിന്റ് എവിടെ കിടക്കണേ? ഇൻസൈഡ് ദ സർക്കിളാണ് കിടക്കണേ, സർക്കിളിൻ്റെ ഉള്ളിലാണ് കിടക്കണേ. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്താന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോണേ. അത് ആ ആംഗിൾ 90 ഡിഗ്രി ആണോ, 90 ഡിഗ്രിനേക്കാളും വലുതാണോ ചെറുതാണോ എന്നുള്ള കാര്യമെല്ലാം ഇനി നോക്കാൻ പോണത്. അപ്പം അത് നോക്കണമെങ്കിൽ നമുക്കതൊരു അതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ട്, അല്ലെങ്കിൽ അത് ചെയ്ത് നോക്കുകയാണ് നമ്മൾ. ആ എക്സസൈസിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം എന്താണ് അവിടെ വരുന്ന ആംഗിൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു സർക്കിൾ എടുത്തു, ആ സർക്കിളിന് ഒരു ഡയമീറ്റർ വരച്ചു. ഡയമീറ്റർ AB ആണ്. ഓക്കെ, ഡയമീറ്റർ വരച്ചു. ഇനി ഞാൻ സെലക്ട് ചെയ്യുന്ന മൂന്നാമത്തെ പോയിന്റ് P എന്ന് വെച്ചാൽ ഇൻസൈഡ് ദി സർക്കിളാണ്, ഓൺ ദി സർക്കിൾ അല്ല. അതിനെ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ എന്താക്കി ഒരു ട്രയാങ്കിൾ എനിക്ക് കിട്ടി. ഇനി ഞാൻ എന്ത് പ്രൂവ് ചെയ്യണം? ഞാൻ പ്രൂവ് ചെയ്യേണ്ടത് ഈ പോയിന്റ് P എന്ന് വെച്ചാൽ പോയിന്റ് Pയിൽ ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രിനേക്കാളും കുറവാണോ കൂടുതലാണോ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നോക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? AP എന്ന് പറഞ്ഞ ഈ ലൈനിനെ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിന്റിനെ ഞാൻ Q എന്ന് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്ന് Bയിലോട്ട് ഞാൻ വേറൊരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒബ്വിയസ് ആയിട്ട് Q എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാവുന്ന ആംഗിൾ എത്രയായിരിക്കും? Q എന്ന് പറഞ്ഞ പോയിന്റ് ഓൺ ദി സർക്കിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. അതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്, നമുക്ക് ഉറപ്പാണ്, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. ഇനി പക്ഷെ നമുക്ക് കാണേണ്ടത്, നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് P എന്ന് പറഞ്ഞ പോയിന്റിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്താണ് എന്നുള്ളതാണ്, അല്ലേ? അവിടെയുള്ള ആംഗിൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് നല്ലോണം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതൊന്നുകൂടെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ആ ട്രയാങ്കിളിനെ ഞാൻ വേറെ എടുത്തൊന്ന് വരയ്ക്കുകയാണ്. ഈ 90 ഡിഗ്രി വരുന്ന ആംഗിളാണ് എന്ത്? Q. അതേപോലെ ഇവിടെ വരുന്നത് B, ഇവിടെ വരുന്നത് A. ഇതാണ് സർക്കിളിൻ്റെ ഡയമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിനെയാണ് ഞാൻ നോക്കണം. ഈ ആംഗിളാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. APB എന്ന് പറഞ്ഞ ഈ ആംഗിളാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് നോക്കുക, നമ്മൾ ഈ ട്രയാങ്കിളിനെ എടുത്ത് നോക്കിയാൽ, ട്രയാങ്കിൾ QPBനെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ Qയിൽ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. Bയിൽ ഉണ്ടാകുന്നത് സപ്പോസ് X, ഏതെങ്കിലും ഒരു ആംഗിൾ, ഏതെങ്കിലും അത് 1 ഡിഗ്രി ആണെങ്കിൽ കൂടെ ഇറ്റ്സ് എൻ ആംഗിൾ, ഒരു ആംഗിൾ ഉണ്ട് അവിടെ, X എന്ന് നമുക്ക് തൽക്കാലം സങ്കല്പിക്കാം.
അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ കേസിൽ ഒരു ട്രയാങ്കിളിൽ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ആ വേർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർട്ടെക്സിൻ്റെ ആംഗിൾസിൻ്റെ സമ്മാണ്. ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മാണ് എക്സ്റ്റീരിയർ ആംഗിൾ ആയിട്ടുള്ള ഈ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഈ ആംഗിൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്ന QBP എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ്. ആ എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടണമെങ്കിൽ ക്യൂവിൽ കാണുന്ന 90 ഡിഗ്രിയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിളായിട്ടുള്ള മറ്റൊരു ഓപ്പോസിറ്റ് ആംഗിളായിട്ടുള്ള എക്സും കൂട്ടിയിട്ട് വേണം നമുക്ക് എന്ത് കിട്ടാൻ, ആംഗിൾ BPA കിട്ടാൻ. അപ്പോൾ BPA എന്ന് പറഞ്ഞ ആംഗിൾ ഉറപ്പായിട്ടും 90+ സംതിങ് ആണ്, 90നേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് വെൻ ദ പോയിന്റ് ഇസ് ഇൻസൈഡ് ദ സർക്കിൾ, സർക്കിളിൻ്റെ ഉള്ളിലാണ് പോയിന്റ് എങ്കിൽ ആ പോയിന്റിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രിനേക്കാളും കൂടുതലാണ്, അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ ഓൺ ദി സർക്കിൾ ആണെങ്കിൽ 90 ഡിഗ്രി, ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ മോർ ദാൻ 90 ഡിഗ്രി. അപ്പോൾ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ എങ്ങനെ വരുന്നതെന്നുള്ളത് നമ്മൾ നോക്കി, ടെക്സ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. വെൻ ദ പോയിന്റ് ഇസ് ഇൻസൈഡ് ദ സർക്കിൾ, അങ്ങനെ ആകുമ്പം ദ ആംഗിൾ മെയ്ഡ് ഇസ് ലാർജർ ദാൻ റൈറ്റ് ആംഗിൾ, 90 ഡിഗ്രിനേക്കാളും കൂടുതലാണ്. ഇനി സപ്പോസ് ഈ പോയിന്റ് ഇരിക്കുന്നത് സർക്കിളിൻ്റെ പുറത്താണ്. സർക്കിളിൻ്റെ പുറത്താണെങ്കിൽ എന്താണ് അവസ്ഥ, അതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ സപ്പോസ് ഇനി സർക്കിളിൻ്റെ പുറത്താണ് പോയിന്റ് എങ്കിൽ നമ്മൾ ഒരു സർക്കിൾ വരച്ചു, ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് AB. സർക്കിളിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റാണ് പോയിന്റ് P. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്താണ് എന്നുള്ളതാണ് നമുക്കിനി നമ്മളിപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യം. അപ്പം നമുക്കിനി അതാണ് നോക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് Q ആക്കി എടുക്കാൻ പോകും. നേരത്തെ ചെയ്തതുപോലെ തന്നെ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ നോക്കിയിട്ട് അവിടെ നിന്ന് ബിയിലോട്ട് ഒരു ലൈൻ വരച്ചു. ഉറപ്പാണ്, ഒബ്വിയസ് ആണ്, പോയിന്റ് ക്യൂവിൽ ഉണ്ടാകുന്ന ആംഗിൾ AQB എന്നുള്ള ഈ ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ, ആ ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്രം ദ എൻഡ്സ് ഓഫ് ദ ഡയമീറ്റർ ആൻഡ് ഓൺ ദി സർക്കിളിലാണ് ആ പോയിന്റ്, ആ ആംഗിൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ ആംഗിൾ എത്ര ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിളിനെ നോക്കാം, നമുക്കിനി ട്രയാങ്കിൾ QPBനെ നോക്കാം. QPBനെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രയാങ്കിൾ QPBനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിയിൽ ഏതോ ഒരു ആംഗിൾ ഉണ്ട്. ഓക്കെ, പിയിൽ ഏതോ ഒരു ആംഗിൾ ഉണ്ട്. ഇനി ബിയിൽ ഏതോ ഒരു ആംഗിൾ ഉണ്ടാകും. അത് 1 ഡിഗ്രി ആണെങ്കിൽ 1 ഡിഗ്രി, 0.5 ഡിഗ്രി ആണെങ്കിൽ 0.5 ഡിഗ്രി, ഏതോ ഒരു ചെറിയ ആംഗിൾ ആയിട്ടെങ്കിലും ബിയിൽ ഒരു ആംഗിൾ ഉണ്ട്. അപ്പം ആംഗിൾ പിയിൽ കാണുന്ന ആംഗിളും പ്ലസ് ആംഗിൾ PBQ എന്ന് വെച്ചാൽ ഈ ആംഗിൾ PBQയും കൂടെ കൂട്ടിയിട്ട് കിട്ടുന്നതാണ് എന്ത്, എക്സ്റ്റീരിയർ ആംഗിൾ ആയിട്ടുള്ള 90 ഡിഗ്രി. ഈ ട്രയാങ്കിളിന് എക്സ്റ്റീരിയർ ആയിട്ട് വരുന്ന ആംഗിളാണ്, പുറമോട്ട് വരുന്ന കോണാണ് 90 ഡിഗ്രി. അതായത് ഉള്ളിൽ എതിർവശത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇന്റീരിയർ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ബാക്കി 2 കോണുകളെ, ആംഗിളുകളെ ആഡ് ചെയ്തെങ്കിലേ നമുക്ക് ഈ പുറം കോൺ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടുള്ളൂ. അപ്പോൾ ഈ എക്സ്റ്റീരിയർ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള P എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ കൂടെ PBQ എന്ന് പറഞ്ഞ വേറൊരു ആംഗിളും കൂടെ ആഡ് ചെയ്തെങ്കിലേ 90 ഡിഗ്രി കിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഉള്ളിൽ ഈ കാണിക്കുന്ന P എന്ന് പറഞ്ഞ ആംഗിൾ അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഈ പോയിന്റിലുള്ള ആംഗിൾ, ആ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രിയാണ് ബൈ അറ്റ്ലീസ്റ്റ് എ സ്മോൾ ഫാക്ടർ. അപ്പം ചെറിയൊരു ഫാക്ടർ വെച്ചിട്ടെങ്കിലും 90 ഡിഗ്രിനേക്കാളും ഉറപ്പായിട്ടും കുറവായിരിക്കും ആര്, പുറത്തോട്ടുള്ള ആംഗിൾ. ഇനി സർക്കിളിൽ നിന്ന് ദൂരോട്ട് പോകുന്തോറും ആ പോയിന്റിൽ ഉണ്ടാകുന്ന ആംഗിൾ കുറഞ്ഞു വരും. അതുപോലെ സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ പോയിന്റ് വരയ്ക്കുമ്പോൾ അത് ഡയമീറ്ററിൻ്റെ അടുത്തോട്ട് തോറും ആ ആംഗിളിൻ്റെ വലിപ്പം കൂടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഓൺ ദ സർക്കിൾ ആണെങ്കിൽ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും അവിടെ ഫോം ചെയ്യുക. ഇനി ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ അവിടെ ലെസ് ദാൻ 90 ഡിഗ്രി ആണ് ഫോം ചെയ്യുക. അതേപോലെ ഇൻസൈഡ് ദി സർക്കിൾ ആണെങ്കിൽ അവിടെ മോർ ദാൻ 90 ഡിഗ്രി ആണ് ഫോം ചെയ്യുക. ഒബ്റ്റ്യൂസ് ആംഗിൾ ആൻഡ് ലെസ് ദാൻ 90 ഡിഗ്രീനെ നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. അപ്പം ഈ 2 ആംഗിൾസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത് ആ സർക്കിളിൽ. ഓക്കെ,
നമുക്ക് ടെക്സ്റ്റിലോട്ട് പോകാം. ടെക്സ്റ്റിൽ കുറച്ച് യെല്ലോ ബോക്സസ് ഉണ്ട്, നമുക്കതൊന്ന് നോക്കാം. ആദ്യത്തെ യെല്ലോ ബോക്സിൽ പറയുന്ന കാര്യം എന്താ? ഇഫ് എ പെയർ ഓഫ് ലൈൻസ് ഡ്രോൺ ഫ്രം ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ദെൻ ദേ മീറ്റ് ഓൺ ദ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡുകളിൽ നിന്ന് നമ്മൾ ഓരോ ലൈൻസിനെ വരച്ചാൽ ആ പെയർ ഓഫ് ലൈൻസ് മീറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ അല്ലെങ്കിൽ ലംബം ആയിട്ടാണെങ്കിൽ ആ പോയിന്റ് ഉറപ്പായിട്ടും ഇരിക്കുന്നത് സർക്കിളിന്മേലായിരിക്കും അല്ലെങ്കിൽ ഓൺ ദി സർക്കിൾ ആയിരിക്കും. ഇനി വേറെ രീതിയിൽ പറഞ്ഞാൽ, ഓൾ ദി പെയർ ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് ഡ്രോൺ ഫ്രം ദ എൻഡ്സ് ഓഫ് എ ഫിക്സ്ഡ് ലൈൻ മീറ്റ് ഓൺ ദി സർക്കിൾ വിത്ത് ദാറ്റ് ലൈൻ ആസ് ഡയമീറ്റർ. എന്താ പറയണം? ഒരു ഫിക്സ്ഡ് ലൈനിൻ്റെ എൻഡിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ മീറ്റ് ചെയ്യുന്നത് ഒരു സർക്കിൾമേലാണെങ്കിൽ ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും നമ്മൾ ആദ്യം വരച്ച ഫിക്സ്ഡ് ലൈൻ. ഒന്നുകൂടെ പറയാം, നമ്മളൊരു ഫിക്സ്ഡ് ലൈനിൻ്റെ രണ്ട് എൻഡ്സിൽ നിന്നും പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ലൈനുകളാണ് വരയ്ക്കുന്നതെങ്കിൽ ആ ലൈനുകൾ ഉണ്ടാക്കുന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും നമ്മൾ ആദ്യം വരച്ച ഫിക്സ്ഡ് ലൈൻ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ രണ്ടാമത്തെ യെല്ലോ ബോക്സിലുള്ള പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അൺനോൺ ആയിട്ടുള്ള സെൻറ്റർ അൺനോൺ ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ബാംഗിൾസ്, വളകളെല്ലാം എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു കോയിൻ എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ വാട്ടർ ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കുക, ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളൊന്നും നമുക്ക് അതിൻ്റെ സെൻറ്റർ എവിടെയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സർക്കിൾ, ഒരു ജോമെട്രിക് ഷേപ്പിൻ്റെ സർക്കിൾ എന്ന് പറഞ്ഞൊരു ഷേപ്പിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. എന്ത് ചെയ്താൽ മതി? ആ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ആ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക. ആ പോയിന്റിൽ നിന്ന് പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് ലൈനുകൾ വരയ്ക്കുക. പരസ്പരം 90 ഡിഗ്രിയിൽ വരുന്ന രണ്ട് ലൈൻസ്. ആ രണ്ട് ലൈനുകൾ ജോയിൻ ചെയ്യുന്ന സർക്കിളിൻ്റെ ഏത് പോയിന്റിലാണോ ജോയിൻ ചെയ്യുന്നത് ആ രണ്ട് പോയിന്റ്സ് ആ പോയിന്റിനെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക. ആ പോയിന്റിൽ നിന്ന് പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറെ രണ്ട് ലൈൻസ് നമ്മൾ വരയ്ക്കുക. പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇവർ തമ്മിൽ സർക്കിളിന് എവിടെയാണോ ജോയിൻ ചെയ്യുന്നത് അതിലൂടെ നമ്മൾ വരച്ചാൽ നമുക്ക് രണ്ട് ഡയമീറ്റർ കിട്ടി. അപ്പോൾ ഒരു ഡയമീറ്റർ ഇവിടെയും കിട്ടി, ഒരു ഡയമീറ്റർ ഇവിടെയും കിട്ടി. ഇവർ തമ്മിൽ യോജിപ്പിക്കുന്ന, അതായത് രണ്ട് ഡയമീറ്റേഴ്സ് മീറ്റ് ചെയ്യുന്നത് ഏത് പോയിൻ്റാണോ ആ പോയിൻ്റാണ് ആ സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ അത് നന്നായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഇവിടെ ഒരു ഡയമീറ്റർ വരച്ചു, വേറൊരു ഡയമീറ്ററും വരച്ചു. ആ രണ്ട് ഡയമീറ്റേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും ആ സർക്കിളിൻ്റെ സെൻറ്റർ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ദ ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാങ്കിൾസ് in the picture as diameter. Find out whether the top corner of each triangle is inside the circle, on the circle or outside the circle. നമുക്ക് തന്നിരിക്കുന്ന ബ്ലൂ ലൈൻ, ഈ ബ്ലൂ ലൈൻ എന്താണ്? നമ്മൾ ഒരു ഡയമീറ്ററാണ്. സങ്കല്പിക്കുക അതൊരു ഡയമീറ്ററാണ് ഒരു സർക്കിളിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ വേർട്ടെക്സ്, മേലെ കാണിച്ചിരിക്കുന്ന മൂന്നാമത്തെ വേർട്ടെക്സ് 110 ഡിഗ്രി, 90 ഡിഗ്രി, 70 ഡിഗ്രി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈ ആംഗിൾസ് വരുന്ന പോയിന്റുകൾ എവിടെയായിരിക്കും? സർക്കിൾ മേലായിരിക്കോ, സർക്കിളിൻ്റെ ഉള്ളിലായിരിക്കോ, സർക്കിളിൻ്റെ പുറത്തായിരിക്കും? അതാണ്. അപ്പം ഒന്നാമത് 90 ഡിഗ്രി ഒബ്വിയസ് ആയിട്ടും ഇത് വരച്ചിരിക്കുന്നത് ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്നാണെന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പിക്കുക. ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് വരുന്ന രണ്ട് ലൈൻസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് എൻഡ് ചെയ്താൽ ആ പോയിന്റ് ഇരിക്കുന്നത് എവിടെ? ആ തേർഡ് പോയിന്റ് ഇരിക്കുന്നത് ഉറപ്പായിട്ടും ഓൺ ദി സർക്കിൾ ആയിരിക്കും. അതുകൊണ്ട് 90 ഡിഗ്രി കാണിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ 70 ഡിഗ്രിനേക്കാളും കുറവാണെങ്കിൽ ഒബ്വിയസ് ആയിട്ടും ആ പോയിന്റ് ഇസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇനി മൂന്നാമത് കാണിച്ചിരിക്കുന്ന ആംഗിൾ ഇസ് 110 ഡിഗ്രി. 110 ഡിഗ്രി ഇസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. അതുകൊണ്ട് അത് എന്തായാലും ആ പോയിന്റ് ഇൻസൈഡ് ദി സർക്കിളാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ 3 പോയിന്റ്സിനെയും കാറ്റഗറൈസ് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ചെക്ക് വെദർ the other two corners are inside, on or outside the circle with that diagonal as diameter. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണ് അല്ലെങ്കിൽ ഒരു ചതുർഭുജം ആണ്, 4 സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ.
ഈ പോളിഗണിൻ്റെ ഈ 4 സൈഡഡ് പോളിഗണിന് നമുക്ക് 2 ഡയഗണലുകൾ വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ വികർണങ്ങൾ വരയ്ക്കാൻ പറ്റും. 2 ഡയഗണൽസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ 2 ഡയഗണൽസിൽ ഒരു ഡയഗണലിനെ, അതായത് ഓരോ ഡയഗണലിനെയും ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ബാക്കി 2 ആംഗിൾസ്, അതായത് ഉദാഹരണത്തിന് ഈ 2 ആംഗിൾസ് സർക്കിളിൻ്റെ ഉള്ളിലാണോ സർക്കിളിൻ്റെ പുറത്താണോ എവിടെയാണ് വരിക, സർക്കിളിലാണോ വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ 4ാമത്തെ ആംഗിൾ. നമുക്ക് ആകെ 3 ആംഗിൾസേ തന്നിട്ടുള്ളൂ. 4ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ 4 സൈഡഡ് ആയിട്ടുള്ള ഒരു പോളിഗണിൽ ആംഗിൾ സം, ടോട്ടൽ ഇൻറ്റേർണൽ ആംഗിളിൻ്റെ സം എന്ന് വെച്ചാൽ 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയിൽ 1, 2, 3 ആംഗിൾസിന് നമുക്ക് തന്നിട്ടുണ്ട്. 4ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 3 ആംഗിൾസിനെയും കൂടെ ആഡ് ചെയ്തിട്ട് അത് 360യിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണോ അതാണ് 4ാമത്തെ ആംഗിൾ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 105, 55, 110. 105 + 55 + 110 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് വെച്ചാൽ 70 ഡിഗ്രിയാണ്. അപ്പം 360 നിന്ന് 270 മൈനസ് ചെയ്താൽ 90 ഡിഗ്രി. അപ്പം 4ാമത്തെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇനി ഉള്ളത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കേണ്ടതായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് സ്വന്തമായിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 5 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡുകളും, അതായത് 5 സെൻറ്റിമീറ്ററിൻ്റെ സൈഡ്, 12ൻ്റെ സൈഡ്, 13ൻ്റെ സൈഡ്, ഇങ്ങനെ ഓരോ സൈഡുകളും ഡയമീറ്റർ ആക്കിക്കൊണ്ട് നിങ്ങൾ സർക്കിൾ വരയ്ക്കുക. അങ്ങനെ വരുമ്പോൾ 3ാമത് വരുന്ന വേർട്ടെക്സ്, 3ാമത് വരുന്ന കോൺ, അത് സർക്കിളിൻ്റെ മേലെയാണോ സർക്കിളിൻ്റെ പുറത്താണോ ഉള്ളിലാണോ എന്നുള്ളതാണ് നോക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. In the picture, a circle is drawn with a line as diameter and a small circle with half the line as diameter. Prove that any chord of the larger circle through the point where the circles meet is bisected by the small circle. അപ്പോൾ നമുക്ക് ഒരു ലൈന് തന്നിട്ടുണ്ട്. ആ ലൈന് ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. ആ ലൈനിൻ്റെ ഹാഫിന് ഡയമീറ്റർ ആക്കിക്കൊണ്ട് വേറൊരു ചെറിയ സർക്കിൾ വരച്ചു. ഈ 2 സർക്കിൾസും ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ വലിയ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന വരെ ഒരു വര വരച്ചു, ഒരു ലൈൻ വരച്ചു. ആ ലൈനിനെ ഈ ചെറിയ സർക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ബൈസെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ആ ലൈനിനെ ചെറിയ സർക്കിളിൻ്റെ ഉള്ളിലും വലിയ സർക്കിളിലും ആയിട്ട് വരുന്ന രീതിക്ക് ഈക്വൽ ആയിട്ട് ഈ ചെറിയ സർക്കിൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യനിൽ AB എന്ന് പറഞ്ഞ ലൈൻ ആണ് വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ, AC എന്ന് പറഞ്ഞ പോർഷൻ ആണ് ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്റർ. ആ AC എന്ന് വെച്ചാൽ ABൻ്റെ ഹാഫാണ്. വലിയ സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ ഹാഫാണ് ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്റർ. ഓക്കെ. D എന്ന് പറഞ്ഞ പോയിന്റ് ചെറിയ സർക്കിളിൻ്റെ സെൻറ്ററാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വെച്ചെന്നേ ഉള്ളൂ. നമ്മളെ ക്വസ്റ്റ്യനിൽ അയാൾക്കൊരു റോളും ഇല്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ലൈനിനെ AQ എന്ന് പറഞ്ഞ ഈ ലൈനിനെ P എന്ന് പറഞ്ഞ പോയിന്റ് അഥവാ ചെറിയ സർക്കിൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അഥവാ നമ്മൾ എന്താ കാണിക്കേണ്ടത്? AP = PQ ആണെന്ന് നമ്മൾ കാണിക്കണം. AP = PQ ആണെന്ന് നമ്മൾ കാണിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ Pയിൽ നിന്ന് Cയിലോട്ടും അതുപോലെ തന്നെ Qയിൽ നിന്ന് Bയിലോട്ടും ഒരു ലൈന് വരച്ചു. ഇനി നമുക്ക് എന്ത് കിട്ടി? 2 ട്രയാങ്കിൾസ് കിട്ടി. 2 ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ആദ്യത്തെ ആളെ കാണിക്കാം. ട്രയാങ്കിൾ APC. ഇതാണ് ട്രയാങ്കിൾ APC തന്നിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ ട്രയാങ്കിൾ ട്രയാങ്കിൾ AQB. ഈ കംപ്ലീറ്റ് ട്രയാങ്കിൾ AQB. എൻഡ് പോയിന്റ്സ് മാത്രം നോക്കാം കേട്ടോ. AQB, ട്രയാങ്കിൾ AQB. അങ്ങനെ നമുക്ക് 2 ട്രയാങ്കിൾസിനെയാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എന്തെടുക്കാം? ട്രയാങ്കിൾ APC എടുത്ത് നോക്കാം. APCയിലും അതേപോലെ ട്രയാങ്കിൾ AQBയിലും ഈ 2 ട്രയാങ്കിളിലും കോമൺ ആയിട്ട് വരുന്ന ആംഗിളാണ് എന്ത്? ആംഗിൾ A. അപ്പോൾ ആംഗിൾ A 2 പേർക്കും സെയിം ആണ്. പിന്നെ അടുത്തതായിട്ട് വരുന്ന ആംഗിൾ എന്ന് വെച്ചാൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും.
APC എന്നുള്ള ഈ ആംഗിൾ, APC എന്നുള്ള ആംഗിൾ, ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം അത് ആ സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സിൽ നിന്നും ആ സർക്കിൾ ഓൺ ദി സർക്കിൾ ആയിട്ട് വരയ്ക്കുന്ന ഒരു ലൈനാണ്, സർക്കിൾ മേലോട്ട് വരയ്ക്കുന്ന ലൈൻ. അതുകൊണ്ട് ആ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ APC, ആംഗിൾ APC എന്ന് വെച്ചാൽ അത് 90 ഡിഗ്രിയാണ്. സിമിലർലി ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ AQBയിൽ Q എന്ന് പറഞ്ഞ പോയിന്റിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പം ആംഗിൾ AQB എന്താണ് ഇവിടെ? AQB 90 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ സെയിം ആണ് രണ്ടാക്കും, രണ്ടാമത്തെ ആംഗിളും രണ്ടാക്കും സെയിം ആണെങ്കിൽ ഒബ്വിയസ് ആയിട്ട് മൂന്നാമത്തെ ആംഗിളും രണ്ടുപേർക്കും സെയിം ആയിരിക്കും. ഈ ആംഗിളും രണ്ടുപേർക്കും സെയിം ആയിരിക്കും. സെയിം ആംഗിൾ വരുന്ന രണ്ട് ട്രയാങ്കിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങൾ. ഈ സദൃശ്യ ത്രികോണങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താ? സിമിലർ ട്രയാങ്കിൾസിൽ ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡുകളുടെ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയ ട്രയാങ്കിളിൽ വരുന്ന സൈഡാണ് PC ബൈ വലിയ ട്രയാങ്കിളിൽ വരുന്ന സൈഡ് ഏതാ? ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് QB. അപ്പോൾ PC ബൈ QB ഇസ് ഈക്വൽ ടു, ഇനി അടുത്ത ആംഗിളിനെ എടുക്കാം. ഇപ്പം എക്സാമ്പിളായിട്ട് 90 ഡിഗ്രീനെ നമുക്ക് എടുക്കാം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയ ട്രയാങ്കിളിൽ വരുന്ന സൈഡാണ് AC ബൈ വലിയ ട്രയാങ്കിളിൽ വരുന്ന 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഏതാ? AB ഈക്വൽ ടു, ഇനി മൂന്നാമത്തെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ചെറിയ ട്രയാങ്കിളിലെ സൈഡ് AP, വലിയ ട്രയാങ്കിളിലെ സൈഡ് AQ. അപ്പോൾ ഈ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും എല്ലാ സിമിലർ ട്രയാങ്കിൾസും ഉണ്ടാവുക. ഓക്കെ, സിമിലർ ട്രയാങ്കിൾസിലെ ഈക്വൽ ആയിട്ടുള്ള ആംഗിളുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സിൻ്റെ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. ഒരു കാര്യം ഓർക്കുക, വലിയ ട്രയാങ്കിളിൻ്റെ സൈഡുകളാണ് താഴെ എഴുതുന്നതെങ്കിൽ എല്ലാവരുടെയും താഴെ വരുന്നത് വലിയ ട്രയാങ്കിളിൻ്റെ സൈഡുകളായിരിക്കണം, മേലെ വരുന്നത് ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡുകളായിരിക്കണം. തിരിഞ്ഞു പോകാൻ പാടില്ല. മേലെ എഴുതുന്നത് ഏത് ട്രയാങ്കിളിനാണോ ആ ട്രയാങ്കിളുടെ സൈഡുകൾ മാത്രമേ മേലെ ന്യൂമറേറ്ററിൽ വരാൻ പാടുള്ളൂ. താഴെ ഡിനോമിനേറ്ററിൽ അടുത്ത ട്രയാങ്കിളിൻ്റെ സൈഡുകളെ വരാൻ പാടുള്ളൂ. മിക്സായി പോകാൻ പാടില്ല, അപ്പോൾ റേഷ്യോ തെറ്റിപ്പോവും. ഇനി ഈ കാര്യത്തിൽ ഈ റേഷ്യോ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു റേഷ്യോൻ്റെ ഒരു റിലേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള APനെയും PQനെയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അറിയുന്ന റിലേഷൻ ഏതാ ഇവിടെ? ACയും ABയും തമ്മിലുള്ള റിലേഷൻ. AC എന്ന് വെച്ചാൽ ABൻ്റെ ഹാഫ് ആണെന്ന് ക്വസ്റ്റ്യനിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പം AC എന്ന് വെച്ചാൽ ABൻ്റെ ഹാഫ് ആണ്, അഥവാ ABS ഡബിൾ AC. അതുകൊണ്ട് AC ബൈ AB എന്ന് വെച്ചാൽ നമുക്ക് എന്താണെന്ന് കിട്ടും? 1/2 ആണെന്ന് കിട്ടും. 1/2 ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് P ബൈ QB ഇസ് ഈക്വൽ ടു AP ബൈ AQ വിച്ച് ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. ഇനി ഈ റിലേഷനിൽ നിന്ന് PCയും QBയും PCയും QBയും നമുക്ക് ഇപ്പം ആവശ്യമില്ല. നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് APQ എന്നുള്ള ഈ ലൈനിലാണ്. അതുകൊണ്ട് AP ബൈ AQ എന്നുള്ള റിലേഷനാണ് നമുക്ക് വേണ്ടത്. AP ബൈ AQ ഇസ് ഈക്വൽ ടു 1/2 എന്ന് നമുക്ക് കിട്ടി. PC ആൻഡ് QBനെ നമുക്കിനി അവിടെ വെച്ചിട്ട് മറക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? AP ബൈ AQ ഇസ് ഈക്വൽ ടു 1/2. AP ബൈ AQ ഈക്വൽ ടു 1/2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? AP ഇസ് ഈക്വൽ ടു AQ ബൈ 2. AP എന്ന് വെച്ചാൽ ഏതാ ഇവിടെ ലൈന്? AP ഇസ് ഈക്വൽ ടു AQ ബൈ 2. അതായത് AQൻ്റെ ഹാഫാണ് എന്ത്? AP. AQൻ്റെ ഹാഫാണ് AP എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? APയും PQയും ഈക്വൽ ആണ്. അഥവാ AQ എന്ന് പറഞ്ഞ ലൈനിനെ ഈ സർക്കിൾ, ഉള്ളിലൂടെ പോകുന്ന ഈ സർക്കിൾ എന്ത് ചെയ്യുന്നു? P എന്ന് പറഞ്ഞ പോയിന്റിൽ ബൈസെക്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ചെയ്യുന്നത്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് എക്സസൈസസിൽ, നിങ്ങൾ ചെയ്ത് നോക്കുക. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ബാക്കി മാത്സ് പോർഷൻ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി പോയിട്ടുണ്ട്. മാത്സ് നമുക്ക് ഒരിക്കലും ചെറുതാക്കാൻ പറ്റില്ല. സോ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഗ്രൂപ്പുകളിലോട്ടും ഫാമിലി ഗ്രൂപ്പ്സിലോട്ടും എല്ലാ ഗ്രൂപ്പ്സിലോട്ടും അയച്ചു കൊടുക്കുക. ഓക്കെ, സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ കീപ് എ സ്മൈൽ. ബൈ.